2 മാസം കൂടെ ഇടാം. എടാ നമ്മുടെ ആരും വീട്ടിൽ പൊക്കി ഇത് വേണ്ടെന്ന് പറയാനായിട്ട് അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ട്. നീ ഇന്ത്യയിലെ സെറ്റ് ചെയ്തൊന്ന് നടത്താൻ നോക്ക്. അതെ, ഈ പറങ്ങാണ്ടിപ്പറമ്പിൽ ദിനേശന്റെ വീട് ഏതാ? നമ്മുടെ മുതലാളിയുടെ വീടോ? ഞാനും അങ്ങോട്ടാ വാ. മുതലാളിയോ? കണ്ട അതാ വീട്. അവിടെ എന്തോ ഒരു ആൾക്കൂട്ടം. എന്നും ഇവിടെ വരുന്നവർക്ക് മുതലാളി 500 രൂപ വെച്ച് കൊടുക്കും. അത് വാങ്ങിക്കാൻ വന്നത്. അപ്പൊ നമുക്ക് 1000 കിട്ടും അല്ലേ മുതലാളി? 10 സിയാറിന് അവർ സമ്മതിച്ചോ? ഒരു 20 സിയാറ് കൊടു. കാച്ചല്ലേ കിടക്കുന്നേ. സാർ ഇതാണ് നമ്മൾ പുതുതായിട്ട് പണിഞ്ഞ റിസർവ് ബാങ്കിന്റെ ഫോട്ടോ. ഈ ഡിസൈൻ അല്ല ഞാൻ പറഞ്ഞത്, മൊത്തം പൊളിച്ച് പണിയണം. സാർ ഇപ്പൊ തന്നെ ബഡ്ജറ്റ് 100 കോടിയായി. താൻ പറയുന്നേ കേട്ടാ മതി. നടന്ന കാലമേ സാർ, വല്ലതും തരണേ സാർ. ഇനി നടന്നു തന്നെ കേട്ടോ. എന്നാ എന്റെ കാറിന്റെ താക്കോ ഈ കാറിൽ പോയി തട്ടിക്കും. നന്ദിയുണ്ടേ. മുതലാളി ഉത്സവത്തിന്റെ പിരിവ് താണ്ടെ 50 ലക്ഷത്തിന്റെ ചെക്ക. അമ്പലം പൊളിച്ചങ്ങ് പണിഞ്ഞോ? മുതലാളി സ്വർണ്ണ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഉണക്കാൻ വെക്കൂ. അല്ല നിങ്ങൾ എന്തിനായിരുന്നു വന്നേ? ഞാൻ ശ്രുതിയുടെ അച്ഛനാ. നമുക്ക് ഈ കല്യാണം ഉറപ്പിക്കാം കേട്ടോ. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ, ആദ്യം കാശി, അത് കഴിഞ്ഞിട്ട് പെണ്ണ്. മനസ്സിലായ?